ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അമ്മുമ്മ നമ്മുടെ പഴഞ്ചൊല്ലുകളോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നോർത്ത്. സോ ഞാൻ അതിൽ കുറേ പഴഞ്ചൊല്ല് അമ്മുമ്മയോട് ചോദിച്ചു. അതിലെല്ലാത്തിനും അമ്മുമ്മ കൃത്യമായിട്ടാണ് ഉത്തരം തന്നത്. അപ്പോൾ അത് ഞാനൊരു ഫുൾ വീഡിയോ ആക്കി ഇപ്പോൾ ഇടാം. നിങ്ങളതൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഒരു 1-2 പഴഞ്ചൊല്ലൊന്ന് ഓർത്ത് നോക്കിയേ. ചുട്ടയിലെ ശീലം ചുടല വരെ, അങ്ങനെയുള്ളത് എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ പഴഞ്ചൊല്ല് ഏതാ അമ്മൂമ്മ? അല്പം അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും. അതിന്റെ അർത്ഥം എന്നാ? ഒന്നും ഇല്ലാത്തവന് 10 പൈസ കണ്ടാൽ അഹങ്കരിക്കുമെന്ന് അല്ലേ? രാത്രിയിലും കുട പിടിക്കും. ഓ, രാത്രി കുട പിടിക്കണ്ടല്ലോ. കൊള്ളാം. പിന്നെ ഉണ്ണിയെ കണ്ടാൽ അറിയാ ഊരിലെ പഞ്ഞ്. അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം ഓരോ മനുഷ്യരെ കണ്ടാൽ അറിയാം അവരുടെ സ്വഭാവം. അത് തന്നെ, കറക്റ്റ്. അടുത്തത് എന്നാന്നറിയോ? ഞാൻ വായിക്കാം. ഇരുന്നിട്ട് വേണം കാല് നീട്ടാൻ. അതിന്റെ അർത്ഥം എന്നാ? കയ്യിൽ വല്ല ഉണ്ടായിട്ട് വേണം അഹങ്കരിക്കാൻ. കൊള്ളാം. അടുത്തത് എലിയെ കൊല്ലാനാണോ? എലിയെ കൊല്ലാൻ ഇല്ലം ചുടണോന്ന്. അതിന്റെ അർത്ഥം എന്നാ? ചെറിയൊരു പ്രശ്നം വന്നാൽ വീട് കത്തിക്കണ്ട, വേണ്ടേ? ചെറുതായിട്ട് തീർത്താ മതി അല്ലേ? ഓക്കെ. അടുത്തത് പറയാ. ഉരലി ചെന്ന് മദ്ദളത്തോട് പരാതി പറയുന്നെന്ന്. അതിന്റെ അർത്ഥം എന്നാ? ഒരാൾ ചെന്ന് മദ്ദളത്തോട് ഒരാളിനും ഇടി കിട്ടുന്നുണ്ട്, മദ്ദളത്തിന് ഇടി കിട്ടുന്നുണ്ട്. തുല്യ ദുഃഖിതര് അല്ലേ? രണ്ടുപേർക്ക് ഇടി കിട്ടുന്നുണ്ട്. അടുത്തത് എരുതിയിൽ എണ്ണ ഒഴിക്കരുതെന്ന്. എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. അതിന്റെ അർത്ഥം എന്നാ? എരിഞ്ഞ് വെക്കുന്നത് പിന്നെ ഇത് കൊണ്ടിയല്ലേ വർത്താനം, അതേ കൊണ്ടിയല്ലേ. ഓൾറെഡി ദേഷ്യത്തിൽ ഇരിക്കുന്നവരുടെ അടുത്ത് പോകരുത് അല്ലേ? എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. എന്നാ പറ്റൂ എരുതിയിൽ എണ്ണ ഒഴിച്ച? എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വാക്ക് പറഞ്ഞ് മുഷിക്കുക അല്ലേ? അടുത്തത് എല്ലു മുറിയെ പണിതാൽ പല്ലു മുറിയെ തിന്നാന്ന്. കട്ടിയായിട്ട് പണിതാൽ ആഹാരം ഇഷ്ടം പോലെ കഴിക്കാം അല്ലേ? കൊള്ളാം. അടുത്തത് ഒത്തുപിടിച്ചാൽ മലയും പോരും. മലയും പോരും. അതിന്റെ അർത്ഥം എന്നാ? യോജിപ്പായിട്ട് ചെയ്താൽ ഏത് കാര്യവും നടക്കും. കൊള്ളാം, കറക്റ്റ് അല്ലേ? അടുത്തത് മടിയൻ മല ചുമക്കും. മല ചുമക്കൂന്ന്. മടിച്ചിരിക്കുന്നവരെ കട്ടിയുള്ള പണി ചെയ്യേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും അല്ലേ? നന്നായി. ഉമ്മേ, കാണം വിറ്റും ഓണം ഉണ്ണണം. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന്. വിറ്റ് നശിപ്പിച്ചിട്ടാണേലും ഓണം ഭംഗിയായിട്ട് കഴിക്കണമല്ലോ. കാണം എന്ന് പറഞ്ഞ എന്നാ? കാണം സ്വത്ത്. കറക്റ്റ് അല്ലേ? അടിപൊളി. എന്നായാലും നമ്മൾ ഓണം ആഘോഷിക്കണം അല്ലേ? അമ്മൂമ്മ കാണം വിറ്റ് ഓണം ഉണ്ടിട്ടുണ്ടോ? കേട്ടില്ല അമ്മൂമ്മ എന്നാ? പണ്ടേ ഓണം വിഷു ഒക്കെ വരുമ്പോഴാ സുഖമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നത്. ഇപ്പൊ എല്ലാ വീട്ടിലും എന്തും ഒരുപോലെയാണ്. ഇപ്പൊ എല്ലാ വീട്ടിലും എന്നും ഉണ്ട് ഓണം, പച്ചക്കറി എല്ലാം. പണ്ട് വിഷുവിനായിരുന്നല്ലേ ഓണത്തിനും ഒക്കെ ഓണത്തിനൊക്കെ പച്ചക്കറിയും പപ്പടം ഉള്ളു. പച്ചക്കറിയും പപ്പടം, പായസം ഉള്ളു. കൊള്ളാം. അപ്പൊ നമുക്ക് കാണം വിറ്റ് ഓണം ഉണ്ണണം അല്ലേ? അമ്മുമ്മേ, അയ്യോ, പട മേടിച്ച് അത് തന്നെ ഇങ്ങോട്ട്. കൊള്ളാം. ഞാൻ അങ്ങോട്ട് കഷ്ടപ്പെടാനിരുന്ന സാധനം. അതിന്റെ അർത്ഥം എന്നാ? പട മേടിച്ച് നമ്മളൊരു പ്രശ്നം നമ്മളൊരു പ്രശ്നം, എനിക്ക് മനസ്സിലായത് ഇത്ര, നമ്മളൊരു പ്രശ്നം കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ അതിലും പ്രശ്നമുള്ളവർ ഇങ്ങോട്ട് വരുന്നു എന്നായിരിക്കും അല്ലേ? ആരെങ്കിലും അറിയാവുന്നവര് കമന്റ് ചെയ്യണേ അതിന്റെ അർത്ഥം. അമ്മുമ്മേ, അടുത്തത് പട്ടി ഒട്ട് പുല്ല് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. അതിന്റെ അർത്ഥം എന്നാ? പട്ടി ഒട്ട് പുല്ല് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. അതിന്റെ അർത്ഥം എന്നാ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാ അതിന്റെ അർത്ഥം എന്നാന്ന്?
വീട്ടിൽ അവരവർ തന്നെ ചെയ്യുകയില്ല, വേറെ കൊണ്ട് ചെയ്യിക്കുകയില്ല. അടിപൊളി, അത് തന്നെയാ, കറക്റ്റാ. അമ്മൂമ്മ ഓണം കേറാൻ മൂല, അതിന്റെ അർത്ഥം എന്നാ? ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത സ്ഥലം. ബസ്സും ഒന്നും ഇല്ലാത്ത സ്ഥലം അല്ലേ, ഒന്നിനും ഗുണമില്ലാത്ത. അതാണ് ഓണം കേറാൻ മൂല. ആരെങ്കിലും ഓണം കേറാൻ മൂല താമസിക്കുന്നുണ്ടോ ഇപ്പം? എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് അല്ലേ? അമ്മൂമ്മ അടുത്തത്, കാടി ആയാലും മൂടി കുടിക്കണം. നമ്മൾ കഴിക്കുന്നത് കഞ്ഞിവെള്ളം ആണെങ്കിലും അത് ഒതുക്കി കഴിക്കണം. അയ്യോ, എന്നാ കറക്റ്റ് അല്ലേ അത്? അതെ, സത്യ. ഞാനിത് മൊബൈലിൽ നോക്കിയാ കണ്ടുപിടിച്ചത്, എനിക്കറിയത്തില്ലായിരുന്നു. കാടി ആയാലും മൂടി കുടിക്കണം. നമ്മൾ കഴിക്കുന്നതും നമ്മുടെ കഷ്ടപ്പാടും ഒന്നും ആരും അറിയിക്കരുത് അല്ലേ? കൊള്ളാം. ഇത് അമ്മൂമ്മ പറയാനേ പോകുന്നില്ല. വീട്ടിലുണ്ടെങ്കിൽ വിരുന്ന് ചോറുണ്ണാം. അതിനർത്ഥം എന്താ? വീട്ടിലുണ്ടെങ്കിൽ വിരുന്ന് ചോറുണ്ണാം. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെല്ലുന്നിടത്തുണ്ട്, അതൊക്കെ ഇല്ല. പണം ഉള്ളവനേ ഉള്ളൂ സ്ഥാനം. എന്റെ അമ്മേ, അമ്മൂമ്മ വല്ല മലയാള വിദ്വാനായിരുന്നോ? അമ്മൂമ്മ വല്ല മലയാള വിദ്വാനായിരുന്നോ? അത് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല നിശ്ചയമുണ്ട് അല്ലേ? കൊള്ളാം. അമ്മൂമ്മ, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അതിന്റെ അർത്ഥം എന്നാ? അറിയത്തില്ല. ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞിട്ട് അറിയാൻ മേലേ? കാക്കയ്ക്ക് കണ്ണൂരി കൊടുത്തു. അല്ല അമ്മൂമ്മ കേട്ടില്ല അത്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അറിയത്തില്ലോട്. കേക്കാവോ ഞാൻ പറയുന്നേ? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എല്ലാവർക്കും അവനാന്റെ കുഞ്ഞ് പൊൻകുഞ്ഞ ആണല്ലേ? അപ്പൊ അത് കേക്കാഞ്ഞിട്ടായിരുന്നു കേട്ടോ. കറക്റ്റ്. അടയ്ക്ക ആയാൽ മടിയിൽ വെക്കാം. അടയ്ക്ക മരം ആയാലോ? അതിന്റെ അർത്ഥം എന്നാ? കൊച്ചിലെ പറഞ്ഞു നിർത്താം, വലിയതായ ഒന്നും പറഞ്ഞു നിർത്താൻ പറ്റിയോ? കറക്റ്റ് അമ്മൂമ്മ, കറക്റ്റാ. മിടുക്കിന്ന് കുറച്ച് ബുദ്ധി തരാവോ? കതിരെ കൊണ്ട വളം വെച്ചിട്ട് കാര്യമില്ല. അതാ പറഞ്ഞ വലുതായി കഴിയുമ്പം കതിര് ആകുകയല്ലേ, അന്നേരം കൊണ്ട് വടം വെച്ചിട്ട് പിടിക്കുകയില്ല. അതിന്റെ അർത്ഥം എന്നാ? കൊച്ചിലെ തന്നെ പറഞ്ഞു നിർത്തണമെന്ന്. വലുതായിട്ട് തിരുത്താൻ പറ്റിയല്ല. അമ്മൂമ്മ അടുത്ത പഴഞ്ചൊല്ല്, നിത്യ അതിഥി വെറുക്കപ്പെടും. അതിന്റെ അർത്ഥം എന്നാ? നിത്യ അതിഥി വെറുക്കപ്പെടും. നിത്യം വരുന്നയാള് അതിഥിയാണേലും ഓരോട് വെറുപ്പ് വരും. ആണോ? ഒരാൾ എന്നും വന്ന് കേറിക്കൊണ്ടിരുന്ന അല്ലേ? അമ്മൂമ്മയ്ക്ക് അങ്ങനെ ആരോടേലും വെറുപ്പ് വന്നിട്ടുണ്ടോ? ഉണ്ടോ? എനിക്കാരോടാ അങ്ങനെ? നിത്യം വന്നാലും കുഴപ്പമില്ല അല്ലേ? ചോറുണ്ടേ കൊടുക്കാം. ഇത് അമ്മൂമ്മ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരണം. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇത് പുതിയ പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമായിരിക്കണം. അമ്മൂമ്മ എന്നെ അത് കൃത്യമായിട്ട് പറയണം. മിന്നുന്നതെല്ലാം പൊന്നല്ല. പിന്നെ നമ്മള് കാണുമ്പം ശരിക്ക് കാണുന്നതൊന്നും പൊന്നതൊന്നും പൊന്നല്ല അല്ലേ? നമ്മളൊരാളെ കാണുന്നത് പോലെയല്ല അവരുടെ സ്വഭാവം. അതെ, അടുത്തഴകുമ്പോഴേ ഉള്ളൂ അത് പൊന്നാണോ ഇല്ലയോ എന്ന് അറിയുള്ളൂ അല്ലേ? അപ്പൊ മിന്നുന്നതിന്റെ ഒന്നും പുറകെ പോവല്ലേ. എല്ലാ ചെറിയ പിള്ളേർക്കുള്ള ഉപദേശമാണിത്. അമ്മൂമ്മ, ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും. അതിന്റെ അർത്ഥം എന്നാ? നമ്മൾ ആരോടേലും എന്തേലും പറഞ്ഞാൽ അവരത് മറക്കുകയില്ല, വെച്ചോണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. പിന്നെ നമ്മള് ക്ഷമ പറഞ്ഞാലും അതിലൊരു മുറിവുണ്ടല്ലേ? ഏച്ച് കെട്ടിയാ മുഴച്ചിരിക്കും. കൊള്ളാം, കറക്റ്റ്. അമ്മൂമ്മ അടുത്തത്, അക്കരെ നിന്നാൽ ഇക്കരെ പച്ച. അത് എനിക്കറിയാമോ. അക്കരെ നിക്കുമ്പോ ഇക്കരെ പച്ച. അക്കരെ നിൽക്കുമ്പം ഇക്കരെയുള്ളതെല്ലാം നല്ലതാന്ന് തോന്നുന്നു. ഇവിടെ വരുമ്പോ അത് കൊള്ളാമല്ല. അമ്മൂമ്മ, ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാൻ പറ്റുമോ? അതിന്റെ അർത്ഥം എന്നാ? പ്രതാപമുള്ളവരെ കുറച്ച് ക്ഷീണം വന്നാലും അത് കുറയുകയില്ല. അയ്യോ, കറക്റ്റ് കേട്ടോ അത്. അതായത് ആന എത്രയായാലും ആന തന്നെയാണ് അല്ലേ? കറക്റ്റ് കേട്ടോ.
അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്താൻ പറ്റില്ല അതിന്റെ അർത്ഥം എന്നാ? അട്ടയെ പിടിച്ച അട്ടയെ പിടിച്ച് മെത്തയെ കിടത്താൻ പറ്റില്ല അതിന്റെ അർത്ഥം എന്നാ? മോശപ്പെട്ടവരെ പിടിച്ച് കിടത്തിയാലും കിടക്കുകയില്ല. അതെന്നാ കിടക്കാത്തെ? അവര് അങ്ങനെ ശീലിച്ചവരാ. അത് തന്നെ, അട്ടയെ പിടിച്ച് ചുരുണ്ടു പോവും അല്ലേ? ആ അമ്മൂമ്മ, അടുത്തത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. തെറ്റ് ചെയ്തവൻ അനുഭവിക്കുന്നു. ശരി അമ്മൂമ്മ. നമ്മളപ്പോ കൊറേ പഴഞ്ചൊല്ലുകൾ എല്ലാം ഇപ്പൊ പറഞ്ഞു. അമ്മൂമ്മ എല്ലാം ശരി ഉത്തരാ പറഞ്ഞത് കേട്ടോ. ഞാൻ ഇതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഒരുപാടുള്ളതുകൊണ്ട് എനിക്ക് റീൽസ് ഇടാൻ പറ്റില്ല. അമ്മൂമ്മ സൂപ്പറാ. അമ്മൂമ്മ എല്ലാം പറഞ്ഞില്ലേ, അത് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കാം കേട്ടോ. അമ്മൂമ്മയെ കണ്ട് എല്ലാരും പഠിക്കട്ടെ, അതാണ് വേണ്ടത്. അമ്മൂമ്മ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ആൾക്കാർക്ക് എന്നാ സന്തോഷാന്ന് അറിയാവോ? ഈ പഴഞ്ചൊല്ലൊക്കെ അങ്ങനെ അവർക്കൊന്നും ആരും പറഞ്ഞു കൊടുക്കാനില്ലല്ലോ. അപ്പൊ എല്ലാരും പറഞ്ഞു ഞങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തവരാന്ന് അല്ലേ? ഇതൊക്കെ പറഞ്ഞു തരാനുണ്ടല്ലോ ഒരാള്. കൊള്ളാം, സന്തോഷം. അമ്മൂമ്മ ഈ കറക്റ്റ് ആയിട്ട് ഇതെല്ലാം ഉത്തരം പറഞ്ഞോണ്ട് അമ്മൂമ്മയ്ക്കൊരു സമ്മാനം. എന്നാ സമ്മാനം വേണ്ടേ? മുട്ടായി വേണോ, ചോക്ലേറ്റ് വേണോ, സോറി ഐസ്ക്രീം വേണോ? ഞാൻ നാളെ പുറത്തു പോകുന്നുണ്ട്, ആശുപത്രി പോകുന്നുണ്ട്. എന്നാ വേണ്ട പറഞ്ഞു? ഇപ്പം പറഞ്ഞു. ആണോ? ഏതാ വേണ്ട? ചോക്ലേറ്റ് ഐസ്ക്രീം വേണോ, വാനില വേണോ, ഏതാ വേണ്ടേ? ഏതേലും മതിയോ? എന്നാ അമ്മൂമ്മയുടെ ഇഷ്ടമുള്ളത് കൊണ്ടുവരാം കേട്ടോ. ഐസ്ക്രീം ഇപ്പം ചൂടായതുകൊണ്ട് കഴിക്കാം, പനിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഉറപ്പ്.